എന്റെ നാടിനെ പറ്റി പറഞ്ഞപ്പോ അവസാനം താത്രിക്കുട്ടി അന്തർജനത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടല്ലേ നിർത്തിയത്. എന്നാ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാല്ലേ. താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം കേരള ചരിത്രത്തിൽ ഭയങ്കര പേര് കേട്ടിട്ടുള്ളതാണ്. താത്രിക്കുട്ടി ജനിച്ച് 9-ാം വയസ്സായപ്പോഴാണ് ഇത്ര മൂപ്പത്തിയാരനെ ആദ്യമായിട്ട് പീഡിപ്പിച്ചത്. ഇനിയിപ്പോ താത്രിക്കുട്ടിയുടെ ഭംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു ഇത്ര കേട്ടോ. ബ്രഹ്മനും കാമം തോന്നും എന്നൊക്കെയാണ് ഓരോ പുസ്തകങ്ങളിലുള്ളത്. താത്രിക്കുട്ടീനെ വേളി കഴിച്ചത് പഴയ തലപ്പള്ളി താലൂക്കിലെ കുറിയടത്തില്ലത്തേക്കാണ്. അവിടുത്തെ രാമൻ നമ്പൂതിരിയാണ് വേളി കഴിച്ചത്. പിന്നെ കൽപ്പകശ്ശേരി താത്രിക്കുട്ടി കുറിയടത്ത് താത്രിക്കുട്ടിയായിട്ട് മാറി. അന്നത്തെ കാലത്ത് ബ്രാഹ്മണ സ്ത്രീകള് മറ്റു പുരുഷന്മാരായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന് വിചാരണ ചെയ്യലായിരുന്നു സ്മാർത്ഥ വിചാരണ. കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീനെ പിന്നെ അവരുടെ പേരല്ല വിളിക്കുക, അവരെന്നെ സാധനം എന്നാ വിളിക്കുക. അപ്പോ അവര് തെറ്റ് ചെയ്യണുണ്ട് എന്നുള്ള സംശയം തോന്നിയിട്ട് കുറിയടത്ത് ഇല്ലത്തിന്റെ അയൽവാസിയായിട്ടുള്ള കണ്ടൻചാതം മനക്കിലെ അന്നത്തെ കാർണോരായിട്ടുണ്ടായിരുന്ന വാസുദേവൻ നമ്പൂതിരിയാണ് കൊച്ചി മഹാരാജാവിനെ കണ്ടിട്ട് വിവരം പറഞ്ഞത്. അതിന് നസ്യം പറയാന്ന് അത്രേ പറയുക. അപ്പോ ഈ സ്മാർത്ഥ വിചാരണത്തിന്റെ ആദ്യ വിചാരണയായിട്ട് ദാസി വിചാരണ നടത്താൻ പറ്റൂട്ടോ. അതായത് അന്തർജനങ്ങളുടെ ദാസീന വിചാരണ നടത്തുക. അവര് വഴി അവരുടെ തമ്പുരാട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്മാർത്ഥ വിചാരണ നടത്തുക. അപ്പോ സ്മാർത്ഥ വിചാരണ നടത്തുകയാണെങ്കിൽ ചില്ലറ കാര്യമല്ല കേട്ടോ, അതിനൊരു കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ ഈ അന്തർജനത്തിന് ഒരു പ്രത്യേക സ്ഥലത്താണ് കേട്ടോ താമസിപ്പിക്കുക. അഞ്ചാമ്പര എന്നത്ര അതിനെ പറയുക. അപ്പോ താത്രിക്കുട്ടി അന്തർജനം തെറ്റ് ചെയ്തു എന്നുള്ളത് അവര് സമ്മതിച്ചു കേട്ടോ. ഇനിയിപ്പോ തെറ്റ് ചെയ്ത ആള് സമ്മതിച്ചില്ലേക്കാ എന്നാ അതിനെ സമ്മതിപ്പിക്കാനുള്ള മുറകളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ആ മുറിയിലേക്ക് തേളിനെ ഇടുക, വിഷസർപ്പങ്ങളെ ഇടുക, അതുപോലെ അന്തർജനത്തിനെ പായല് ചുരുട്ടി പെരപ്പുറത്തുനിന്ന് കീഴ്പ്പെട്ടിടുക, സത്യം പറയിപ്പിക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു അത്ര അന്ന്. അതെ, നേരം പോയിട്ടോ, ബാക്കി പിന്നെ പറയാം. എന്നാ ശരി, പോയിട്ട് പണിയുണ്ട്.